ഹൈറിച്ച് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് ഇ.ഡി. കെ.ഡി. പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവർക്കെതിരെയാണ് നോട്ടീസ്. പ്രതികൾ അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ലെന്നും കേസിൽ വിശദമായ അന്വേഷണം വേണമെന്നും ഇ.ഡി. കോടതിയെ അറിയിച്ചു. വിനിത വിജി കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനിത, എന്തൊക്കെയാണ് ഇ.ഡി. കോടതിയെ അറിയിക്കുന്നത്? വേണു, ഈ ഹൈറിച്ച് കേസ് അത് പ്രതികൾക്കായി അന്വേഷണ സംഘം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണം. ഇതിന്റെ ഭാഗമായിട്ടാണ് കേസിലെ പ്രധാന പ്രതികളായ പ്രതാപന്റെ ഭാര്യ ശ്രീന, ഇവർ രണ്ടുപേരും ഈ ഹൈറിച്ച് കമ്പനിയുടെ ഉടമകളാണ്. ഇവർക്കായി ഇപ്പോൾ ഇ.ഡി. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇരുവരും ഈ അന്വേഷണത്തോട് ഒരു ഘട്ടത്തിലും സഹകരിച്ചിട്ടില്ല എന്നാണ് ഇ.ഡി. കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഒപ്പം തന്നെ കമ്മീഷൻ ഇനത്തിൽ ഏതാണ്ട് 1157 കോടി രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തതെന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ കോടികൾ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾക്ക് മറ്റുമായി വിദേശത്തേക്ക് കടത്തിയെന്ന ഇ.ഡിക്ക് സൂചനയും ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ അത് പരിഗണിക്കുന്നതിന്റെ ഇടയിലാണ് ഇത്തരത്തിലേക്കൊരു സത്യവാങ്മൂലം കഴിഞ്ഞ ദിവസം ഇ.ഡി. കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇരുവർക്കും ജാമ്യം അനുവദിക്കരുത് എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഒപ്പം തന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള ഈ അടുത്തിടെ നടന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ഹൈറിച്ച് എന്നും ഇ.ഡി. സത്യവാങ്മൂലത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വേണു, ശരി. വിനിത വിജയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.